ഹായ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ചോറ്, പയറുപ്പേരി, മുട്ട വറുത്തത്, ചിക്കൻ ഓൾറെഡി കറി വെച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതും റൈസാണെന്ന് കുക്ക് ചെയ്യുന്നത്. കുറച്ച് ദിവസമായിട്ട് റൈസ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ വയറൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ എക്സസൈസും ചെയ്യുന്നുണ്ട്, പക്ഷെ വയറ് കുറയുന്നില്ല. ക്രേവിങ്സ് വരുമല്ലോ നമുക്ക്. ക്രേവിങ്സ് എന്ന് പറയാൻ പറ്റില്ല. കാർബ്സ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സോഴ്സ് ഓഫ് എനർജി ആണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് തന്നെ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി നമ്മുടെ ഫുഡ്. അപ്പോൾ ശരിയാവും. എന്തായാലും എനിക്ക് കുറച്ച് എനർജി ഒക്കെ വന്നിട്ടുണ്ട്, എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് എനർജി വേണ്ട. അപ്പോൾ നമുക്കൊരു ബനാന കഴിക്കാം. നമ്മൾ കുക്കറിലാണ് വയ്ക്കാൻ പോകുന്നത്. കുറച്ച് റൈസ് എടുക്കുന്നുള്ളൂ. അധികം എടുത്തു കഴിഞ്ഞാൽ അധികം കഴിക്കാനുള്ള ടെൻഡൻസി. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ലപോലെ ഒന്ന് കഴുകുക. ഈ വെള്ളമൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ചെടികൾക്ക് ഒഴിക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ മഴയാണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ മഴവെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടികളങ്ങനെ ചീഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചു. ഉപ്പ് ഞാൻ ഇടാറില്ല, അതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. ഓക്കെ, മീൻവൈൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ എടുക്കാം. ഇപ്പോൾ റൈസ് ഓൾറെഡി കുക്കറിൽ വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പൊരിക്കാനുള്ള പ്രിപ്പറേഷനും പിന്നെ നമ്മുടെ പച്ചപ്പയർ തോരനുള്ള പയർ അരിഞ്ഞു. ഇതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞ് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ വാലും തുമ്പൊക്കെ ഞാൻ ഓൾറെഡി കളഞ്ഞാണ്. ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പയറുപ്പേരിക്കുള്ളതാണ് കേട്ടോ. ഞാൻ കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ചതയ്ക്കും. ചോറ് ഒരു സൈഡിൽ വേവുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഉപ്പേരി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ചതച്ചിട്ട് കൊടുക്കാം. വേഗം ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. അലുമിനിയം തീച്ചട്ടിയിൽ വെച്ചുള്ള പ്രശ്നം അതാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ചിട്ട് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എനിക്ക് മുളക് മുരിച്ച് ചമ്മന്തി ഉണ്ടാക്കാനാണ്. നമുക്ക് നമ്മുടെ പയർ ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ്. പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ട വറുത്തെടുക്കാമേ. വെളിച്ചെണ്ണ മതി. എല്ലാവർക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുളക് മിർച്ച് ചമ്മന്തിയിലോട്ട് കുറച്ചിങ്ങനെ പുളിയിട്ടിട്ട് ചോറ് കഴിക്കുന്ന സമയത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അത്. ആവശ്യത്തിനുള്ള ചിക്കൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ചോറ്, പിന്നെ ഈ ചമ്മന്തി, മുളക് മുരിച്ച ചമ്മന്തി, മുട്ട വറുത്തത്, പയറുപ്പേരി, ചിക്കൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വെച്ച് കാണാം. ഓക്കെ, ബൈ.